വിൽ പവർ. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ അത്യാവശ്യമായിട്ട് വേണ്ട ഒന്നാണ് നമ്മുടെ വിൽ പവർ എന്നുള്ളത്. ഈ ഒരു വിൽ പവർ നിങ്ങൾക്ക് ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു വിൽ പവർ നിങ്ങളിൽ കുറവാണെങ്കിൽ, നിങ്ങൾ എത്ര തന്നെ ടാലൻ്റ് ഉള്ള ഒരാളാണെങ്കിലും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് മുന്നേറി പോകാൻ സാധിക്കില്ല. സോ വിൽ പവറുള്ള ആളുകൾ അവരുടെ ലൈഫിൽ അവർ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്ന ഏതാനും ക്വാളിറ്റീസുകളുണ്ട്. സോ അത്തരത്തിലുള്ള ക്വാളിറ്റീസുകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. പോയിന്റ് നമ്പർ 1, ദേ റെഡി ടു ഫെയിൽ. ചില സമയത്ത് നമ്മുടെ ലൈഫിലുണ്ടാകുന്ന മിസ്റ്റേക്കുകൾ എന്നുള്ളത് നല്ലത് തന്നെയാണ്. കാരണം നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പുതുതായിട്ട് ട്രൈ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഒബിയസ്ലി എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് അതിൽ നിന്ന് സംഭവിക്കും. ഇത്തരത്തിൽ മിസ്റ്റേക്കുകൾ സംഭവിച്ചാൽ മാത്രമാണ് നമുക്ക് നമ്മളെ ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കുള്ളൂ. നിങ്ങളുടെ ജീവിതത്തിൽ യാതൊരു മിസ്റ്റേക്കുകളും സംഭവിച്ചിട്ടില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ യാതൊന്നും തന്നെ പുതുതായിട്ട് ട്രൈ ചെയ്തിട്ടില്ല. നമ്മളൊരു സ്ഥലത്ത് ഫെയിൽ ആകുമ്പോൾ മാത്രമാണ് എന്തൊക്കെയാണ് നമ്മുടെ പൊട്ടൻഷ്യൽ, എന്തൊക്കെയാണ് നമ്മുടെ വീക്ക്നെസ് എന്ന് മനസ്സിലാക്കിയിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ചില സമയങ്ങളിൽ നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന മിസ്റ്റേക്സ് അത് നല്ലത് തന്നെയാണ്. പോയിന്റ് നമ്പർ 2, നോ ഹൗ ടു സേ നോ. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പലപ്പോഴും ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു കാര്യമായിരിക്കും മറ്റുള്ളവരോട് എന്തെങ്കിലും ഒരു കാര്യത്തിന് നോ എന്ന് പറയുക എന്നുള്ളത്. കാരണം നമ്മൾ ചിന്തിക്കും, നമ്മളിങ്ങനെ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമ്മളെ ആക്സെപ്റ്റ് ചെയ്യില്ലേ, അല്ലെങ്കിൽ നമ്മുടെ റിലേഷൻഷിപ്സൊക്കെ കട്ടാകുമെന്ന്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ആരോടും എങ്ങനെ നോ എന്ന് പറയാൻ തയ്യാറാവില്ല. എന്നാൽ വിൽ പവറുള്ള ആളുകൾ അവർ നോ എന്ന് പറയേണ്ട സ്ഥലത്ത് നോ എന്ന് തന്നെ പറഞ്ഞിരിക്കും. ഇങ്ങനെ പറയുമ്പോൾ അതിൻ്റെ കാരണം കൂടി അവർ മറ്റുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കും. ഇതിലൂടെ മറ്റുള്ളവരെ ഇവരുടെ ടൈമിനെ വാല്യൂ ചെയ്യാനും ഇവരെ കൂടുതലായിട്ട് റെസ്പെക്റ്റ് ചെയ്യാനും തുടങ്ങും. അതുകൊണ്ട് തന്നെ നമ്മുടെ ലൈഫിൽ നോ എന്ന് പറയേണ്ട സ്ഥലത്ത് നമ്മൾ നോ എന്ന് പറയാൻ തന്നെ പഠിച്ചിരിക്കണം. അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ യെസ് എന്ന് പറയുവാണെങ്കിൽ നമുക്ക് കിട്ടേണ്ട റെസ്പെക്റ്റ് മറ്റുള്ളവരിൽ നിന്നും കുറഞ്ഞു വരും. പോയിന്റ് നമ്പർ 3, യു സേ എക്സാക്ട്ലി വാട്ട് യു മീൻ. ഈ വിൽ പവറുള്ള ആളുകൾ അവർ പറയേണ്ട കാര്യങ്ങൾ എങ്ങനെ ചുറ്റി വളച്ചുകൊണ്ട് പറയാറില്ല. അവർക്ക് എന്താണോ പറയേണ്ടത് അത് ഡയറക്റ്റായിട്ട് വളരെ ക്ലിയർ ആയിട്ട് എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ അവർ പറയും. അതുപോലെ തന്നെ ഇവരെന്താണോ പറഞ്ഞത് ആ കാര്യങ്ങളൊക്കെ ഇവരുടെ ലൈഫിൽ പ്രാവർത്തികമായിട്ട് ചെയ്തു തീർക്കുകയും ചെയ്യും. പോയിന്റ് നമ്പർ 4, കോൺസ്റ്റൻ്റ്ലി അഡോപ്റ്റിംഗ്. ഫിയർ ഓഫ് ചേഞ്ച് എന്ന് പറയുന്ന ഒരു കാര്യം ഇന്ന് ആളുകൾക്കിടയിലുണ്ട്. അതായത് ഒരുപാട് ആളുകൾക്ക് ആഗ്രഹം ഉണ്ടായിരിക്കും അവരുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തണം, അവരുടെ ലൈഫിനെ ഇമ്പ്രൂവ് ചെയ്യണം, അവരുടെ ഗോൾസൊക്കെ അച്ചീവ് ചെയ്യണമെന്ന്. എന്നാൽ പല ആളുകൾക്കും ഈ ഒരു കാര്യമൊന്നും അവരുടെ ലൈഫിൽ നേടിയെടുക്കാൻ സാധിക്കാറില്ല. ഇതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ലൈഫിനെ ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ഗോൾസിനെ അച്ചീവ് ചെയ്യണമെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ നമ്മൾ ഒരുപാട് മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ട് വരും. നമ്മുടെ കംഫർട്ട് സോൺ വിട്ട് നമ്മൾ പുറത്തു പോകേണ്ടതായിട്ട് വരും. ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരേണ്ടതായിട്ട് വരും. ഒരുപാട് ചലഞ്ചസ് നമ്മുടെ ലൈഫിൽ നമ്മൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തന്നെ ചില ആളുകൾ അവരുടെ കംഫർട്ട് സോൺ വിട്ടിട്ട് പുറത്തു പോകാൻ തയ്യാറാവില്ല. അതായത് സ്വയം മാറാൻ അവർ തയ്യാറാവില്ല. എന്നാൽ വിൽ പവറുള്ള ആളുകൾ അവർക്ക് വേണ്ട കാര്യങ്ങൾക്കനുസരിച്ച് അവരിൽ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടേയിരിക്കും. അവരൊരിക്കലും ചേഞ്ചസിനെ ഭയപ്പെടുന്നവരായിരിക്കില്ല. അവരെപ്പോഴും ചേഞ്ചസിനെ അഡോപ്റ്റ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരായിരിക്കും. ഇവർ ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉള്ളവരായിരിക്കും. അതുകൊണ്ട് തന്നെ എത്ര പ്രതികൂലമായിട്ടുള്ള സിറ്റുവേഷൻ ആണെങ്കിലും ഇവരുടെ ലൈഫിൽ ഇവർ അതിനെയൊക്കെ അതിജീവിക്കാൻ പഠിക്കും. പോയിന്റ് നമ്പർ 5, ഫൈൻഡ് സൊല്യൂഷൻ അബൌട്ട് എ പ്രോബ്ലം. ഇത്തരത്തിലുള്ള ആളുകൾ അവരുടെ ലൈഫിൽ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസിനെ പോലും അവർ നല്ല രീതിയിൽ ഓപ്പർച്യൂണിറ്റീസ് ആക്കി മാറ്റി കൺവേർട്ട് ചെയ്യും. അതായത് ഇവർ ഫേസ് ചെയ്യുന്ന പ്രോബ്ലത്തെ ഓർത്തുകൊണ്ട് വരി ചെയ്യാതെ അതിൻ്റെ സൊല്യൂഷനെ ആയിരിക്കും ഇവർ കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുക. അതുകൊണ്ട് തന്നെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഇവരിലേക്ക് വരികയും ഇവരുടെ ലൈഫ് കൂടുതൽ നല്ല രീതിയിൽ എക്സ്റ്റെൻഡ് ചെയ്യാനും ഇതിലൂടെ സാധിക്കും. പോയിന്റ് നമ്പർ 6, ബീയിങ് പേഷ്യൻസ് ടു അച്ചീവ്. നമ്മുടെ ലൈഫിൽ ഒരു കാര്യം നേടിയെടുക്കണമെങ്കിൽ അതിന് നമ്മൾ കാണിക്കേണ്ട ഏറ്റവും നല്ലൊരു ക്വാളിറ്റിയാണ് പേഷ്യൻസ് എന്നുള്ളത്. ഒരു വലിയ ഗോളിനെ ലക്ഷ്യമാക്കിക്കൊണ്ടാണ് നമ്മുടെ ലൈഫിൽ നമ്മൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ നമുക്ക് ആദ്യം വേണ്ടത് പേഷ്യൻസ് ആണ്. എന്നാൽ ഇന്ന് ഭൂരിഭാഗം ആളുകളുടെയും ഒരു മൈൻഡ് സെറ്റ് എന്താണെന്ന് വെച്ചാൽ അവർ ചെയ്ത കാര്യത്തിന് ഉടനെ തന്നെ റിസൾട്ട് ലഭിക്കണമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവർ തുടങ്ങി വെച്ച പല കാര്യങ്ങളും അത് കംപ്ലീറ്റ് ആക്കാതെ അവർ പകുതിക്ക് വെച്ച് നിർത്തിപ്പോകുന്നു. എന്നാൽ വിൽ പവറുള്ള ആളുകൾ അവരുടെ ഗോൾസ് നേടിയെടുക്കാൻ വളരെ പേഷ്യൻസോട് കൂടി അവർ വെയിറ്റ് ചെയ്യും. ഉദാഹരണമായിട്ട് പറയുവാണെങ്കിൽ ആമസോൺ എന്ന കമ്പനി 9 വർഷത്തോളം നഷ്ടത്തിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ലൈഫിൽ ഒരു കാര്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിൽ വേണ്ട ഏറ്റവും നല്ലൊരു ക്വാളിറ്റിയാണ് പേഷ്യൻസ് എന്നുള്ളത്. പോയിന്റ് നമ്പർ 7, ബീയിങ് പാഷനേറ്റ്. വിൽ പവറുള്ള ആളുകൾ അവരെപ്പോഴും പ്രവർത്തിക്കുക അവർക്ക് ഏറ്റവും കൂടുതൽ പാഷനേറ്റ് ആയിട്ടുള്ള ഒരു മേഖലയിലായിരിക്കും. അതിപ്പോൾ ആര് എന്തൊക്കെ ഇവരോട് പറഞ്ഞാലും ഇവരുടെ പാഷനെ വിടാൻ ഇവർ തയ്യാറാവില്ല. തുടക്കത്തിൽ അവർക്ക് അതിൽ നിന്ന് നല്ലൊരു റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ പോലും വളരെ പാഷനേറ്റോടു കൂടി അവരതിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ പതുക്കെ പതുക്കെ ഇവരിലേക്ക് ഇമ്പ്രൂവ്മെൻറ്റ്സ് കൊണ്ടുവരികയും പിന്നീട് ഇവരെ ഇതിലൊരു മാസ്റ്ററായിട്ട് മാറുകയും ചെയ്യും.
സോ ഈ 7 ക്വാളിറ്റീസുകളാണ് വിൽ പവറുള്ള ആളുകൾ അവരുടെ ലൈഫിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞത്. എനിവേ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇറ്റ്സ് മീ ശ്രീഹരി സൈനിങ് ഓഫ്. ഗുഡ് ബൈ.